അല്ലൗഹത്തു സാലിസ, മൂന്നാമത്തെ രംഗം, സീൻ നമ്പർ 3. അലൽ മസ്റഹി ബൈത്തു ഉവൈസ്, സ്റ്റേജിന്റെ മുകളിൽ ഉവൈസിന്റെ വീടാണ് കാണുന്നത്. തജ്ലിസ് വാലിദത്തുഹു ഫി വാജിഹത്തിൽ ബൈത്തി, അവന്റെ ഉമ്മ വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുന്നുണ്ട്. തജ്ലിസു ഇരിക്കുന്നു, വാലിദത്തുഹു അവന്റെ ഉമ്മ, ഉവൈസിന്റെ ഉമ്മ, ഫി വാജിഹത്തിൽ ബൈത്തി വീടിന്റെ മുൻവശത്ത്. ഉവൈസ് യദ്ഖുലു ഇലൽ മസ്റഹി, ഉവൈസ് സ്റ്റേജിലേക്ക് കയറുന്നു, അതായത് വീട്ടിലേക്ക് കയറി വരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ് ഉവൈസ്. എങ്ങനെയായിരുന്നു അവൻ സ്കൂളിലേക്ക് പോയത്? സ്കൂളിലേക്ക് പോകുമ്പോൾ പിതാവ് റോഡ് സൈഡിൽ നിന്നും കഠിനമായ ജോലികൾ ചെയ്യുന്നത് കണ്ടിരുന്നു അല്ലെ? അങ്ങനെ സങ്കടത്തോടെയാണ് സ്കൂളിലേക്ക് പോയത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. അസ്സലാമു അലൈക്കും. സനീറ, അതായത് ഉവൈസിന്റെ ഉമ്മയുടെ പേരാണ് സനീറ. മുതഹയ്യിറത്തൻ, വെപ്രാളപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പരിഭ്രമിച്ചുകൊണ്ട്, അതായത് മകന്റെ രൂപം, മകൻ വരുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു പരിഭ്രമം ഉമ്മക്ക് തോന്നി. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് പറയുകയാണ്, ഹസീനത്തൻ, ദുഃഖത്തോടെ വേണമെന്നില്ല. വഅലൈക്കും അസ്സലാം. മാതാ അസ്വാബക, നിനക്ക് എന്താണ് പറ്റിയത്? അൻത ഹസീനുൻ അല്ലയോം, നീ ഇന്ന് ദുഃഖിതനായിട്ട് കാണപ്പെടുന്നു. നീ ഹസീനുൻ, ദുഃഖിതനാണല്ലോ. അല്ലയോം, നീ ഇന്ന് ദുഃഖിതനാണല്ലോ, എന്ത് പറ്റി? അപ്പോൾ ഉവൈസ്, തൊബാൻ, അതെ, തൊബാൻ ഉമ്മ, അതെ ഉമ്മ. അതിന്റെ ബാബ, ഇപ്പൊ എവിടെ? സാധാരണ ഉവൈസ് സന്തോഷത്തോടെ തുള്ളിച്ചാടി സ്കൂളിൽ നിന്ന് വരുന്നതാണ് അല്ലേ? ഇന്ന് ദുഃഖത്തോടെ വരുന്നത് കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചതാണ് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഉടനെ അതിന് കാര്യമായി മറുപടി ഒന്നും പറയാതെ ഉപ്പ എവിടെ എന്നാണ് ഉവൈസ് ചോദിക്കുന്നത്. അപ്പോൾ മഹമ്മൂദ്, ഉപ്പ യഹ്റുജ് മിൻ ദാഖിലിൽ ബൈത്ത്, വീട്ടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. യഹ്റുജു, പുറത്തു വരുന്നു. മിൻ ദാഖിലിൽ ബൈത്തി, വീട്ടിന്റെ ഉള്ളിൽ നിന്നും. ദാഖിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അനഹുന യാ ബുനയ്യ, ഞാൻ ഇവിടെ ഉണ്ട് മോനെ എന്ന് പറഞ്ഞു ഉപ്പ. ഉവൈസ് യുസ്രിഉ ഇലൈഹി വയുആനിഖുഹു, വേഗം ഉപ്പയുടെ അടുക്കലേക്ക് പോകുന്നു. വയുആനിഖുഹു, എന്നിട്ട് ഉപ്പയെ കെട്ടിപ്പിടിക്കുന്നു. യുസ്രിഉ എന്ന് പറഞ്ഞാൽ വേഗം പോകുന്നു. ഇലൈഹി, ഉപ്പയുടെ അടുക്കലേക്ക്, അദ്ദേഹത്തിലേക്ക്. വയുആനിഖുഹു, എന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു. അന ആസിഫ് യാബി, എന്നിട്ട് പറയുകയാണ്, അന ആസിഫ്, ഐ ആം സോറി യാബി, ഉപ്പ സോറി പറയുന്നു. എന്നിട്ട് ലാ അബ്ഗി ദറാജത്തൻ ജദീദ, എനിക്ക് പുതിയ സൈക്കിൾ വേണ്ട. അപ്പോൾ ഉവൈസിന് മനസ്സിലായി അല്ലേ? തൻ്റെ പിതാവ് വളരെ പ്രയാസപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസയാണ് താൻ ഒരു വിലയും കൽപ്പിക്കാതെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ത് കളയുന്നത്. അതുകൊണ്ട് അവന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനി അങ്ങനെ പൈസ തീർക്കാൻ പാടില്ല, ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എന്ന്. അങ്ങനെ അവൻ ഉപ്പയുടെ അടുക്കലേക്ക് ഓടി വന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സോറി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വേണം, സൈക്കിൾ വേണം എന്നൊക്കെ പറഞ്ഞതിന്. എന്നിട്ട് പറഞ്ഞു, ലാ അബ്ഗി ദറാജത്തൻ ജദീദ, എനിക്ക് പുതിയ സൈക്കിൾ വേണ്ട. ലാ അബ്ഗി, എനിക്ക് വേണ്ട, ദറാജത്തൻ ജദീദത്തൻ, പുതിയ സൈക്കിൾ. തസീലു ദുമുഉ മിൻ ഐനൈഹി, അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നു. തസീലു, ഒഴുകുന്നു, അദ്ദുമുഉ, കണ്ണുനീർ, മിൻ ഐനൈഹി, അവന്റെ കണ്ണുകളിൽ നിന്നും. അപ്പോൾ മഹ്മൂദ് മുതഹയ്യിറൻ, പരിഭ്രമിച്ചുകൊണ്ട്, മാദാ അസ്വാബക യാ ബുനയ്യ, എന്ത് പറ്റി മോനെ നിനക്ക്? ലിമ തബ്കി, നീ എന്തിനാണ് കരയുന്നത്? പെട്ടെന്ന് കരയുന്നത് എന്തിനാണ്? അപ്പോ ഉപ്പാക്ക് മനസ്സിലാകുന്നില്ല, കാരണം ഇവൻ ഉപ്പയെ കണ്ടത് ഉപ്പ കണ്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ കരയുന്നത്, സൈക്കിൾ വേണ്ട എന്ന് പറയുന്നത് എന്നൊന്നും ഉപ്പ അറിയുന്നില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി മോനെ? അപ്പൊ ഉവൈസ് പറയുന്നു, കം തത്അബു ലി അജ്ലിനാ യാ ബാബ, ഉപ്പ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. കം തത്അബ്, നിങ്ങൾ എത്രമാത്രം ക്ഷീണിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ലി അജ്ലിന യാ ബാബ, ലി അജ്ലിന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് യാ ബാബ, ഉപ്പ. റഅയ്തുക അൽയൗം, ഇന്ന് ഞാൻ നിങ്ങളെ കണ്ടു. തഅമലു ഫിൽ മഹല്ലി, ഷോപ്പിൽ ജോലി ചെയ്യുന്നത്. അമലൻ ഷാഖൻ, കഠിനമായ ജോലി നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടു. മഹ്മൂദ്, അപ്പോൾ മഹ്മൂദിന് കാര്യം മനസ്സിലായി, ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ പറയുന്നത് എന്ന്. അപ്പോൾ മഹ്മൂദ് പറയുന്നു, ലാ ബഅസ യാ ബുനയ്യ, സാരമില്ല മോനെ. ഹക്കദാ യക്സിബുൻ നാസു അൽ മാല, എല്ലാ ജനങ്ങളും ഇങ്ങനെ തന്നെയാണ് പണം സമ്പാദിക്കുന്നത്. ഹക്കദാ, ഇപ്രകാരം തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, യക്സിബു, സമ്പാദിക്കുന്നത്, അന്നാസു, ജനങ്ങൾ, അൽമാല, പണം.
ഉവൈസ് ആസിഫ് യാ ബാബ സോറി ഉപ്പ ഫഹിംതുൽ ആന ഖീമത്തൽ മാലി. ഇപ്പോൾ എനിക്ക് പണത്തിന്റെ വില മനസ്സിലായി. ഫഹിംതു എനിക്ക് മനസ്സിലായി, അല്ലാൻ ഇപ്പോൾ ഖീമത്തൽ മാലി പണത്തിന്റെ വില, പണത്തിന്റെ മൂല്യം എനിക്കിപ്പോൾ മനസ്സിലായി. വഅലിംതു ഞാൻ അറിഞ്ഞു, അൽ മശഖത്ത വൽ ജുഹൂദ ലികസ്ബിഹി അത് സമ്പാദിക്കാനുള്ള പ്രയാസവും കഠിനാധ്വാനവും എന്താണ് എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. അലിംതു ഞാൻ അറിഞ്ഞു, അൽ മശഖത്ത പ്രയാസം, വൽ ജുഹൂദ കഠിനാധ്വാനം, ലികസ്ബിഹി അത് സമ്പാദിക്കാനുള്ള, പണം സമ്പാദിക്കാനുള്ള കഠിനാധ്വാനവും അതിൻ്റെ പ്രയാസമൊക്കെ ഞാൻ ഇന്ന് മനസ്സിലാക്കി ഉപ്പയെ കണ്ടപ്പോൾ. സനീറ തുആനികുൽ ഇബ്ന ബി ലുത്ഫിൻ വഹനാനിൻ സ്നേഹത്തോടെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സനീറ പറയുന്നു, നഹ്നു നഫ്തഖിറു ബിക യാ ബുനയ്യ മോനെ ഞങ്ങൾ നിന്നെ കൊണ്ട് അഭിമാനിക്കുന്നു. നഹ്നു നഫ്തഖിറു ഞങ്ങൾ അഭിമാനിക്കുന്നു, ബിക നിന്നെ കൊണ്ട്, നിന്നിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, യാ ബുനയ്യ മോനെ. അല്ലാഹു യുബാരികു ഫീക അല്ലാഹു നിന്നിൽ അനുഗ്രഹം ചെയ്യട്ടെ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉമ്മ പറയുന്നു. അതോടെ നാടകം അവസാനിച്ചു. അങ്ങനെ നമ്മുടെ ഉവൈസിന് തൻ്റെ തെറ്റ് മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇവിടെ നഖ്റഉന്നസ്സവനുജീബുഅനിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. കൈഫ ഫഹിമ ഉവൈസിന് ഖീമത്തൽ മാലി ഉവൈസ് എങ്ങനെയാണ് പണത്തിന്റെ വില മനസ്സിലാക്കിയത്? ഫഹിമ ഉവൈസിന് ഖീമത്തൽ മാലി ഉവൈസ് പണത്തിന്റെ വില മനസ്സിലാക്കി ലമ്മ റഅ വാലിദഹു തന്റെ പിതാവിനെ കണ്ടപ്പോൾ യഅമലു അൽ അഅമാല ശാഖത്ത കഠിനമായ ജോലികൾ ചെയ്യുന്നത്, പിതാവ് കഠിനമായ ജോലികൾ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഉവൈസിന് പണത്തിന്റെ വില മനസ്സിലായത്. ലിമലം യബ്ഗി ഉവൈസുൻ അദ്ദറാജത ഉവൈസിന് എന്തുകൊണ്ടാണ് സൈക്കിൾ വേണ്ടാത്തത്? ഇപ്പോൾ അവസാനം ഉവൈസ് സൈക്കിൾ വേണ്ട എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് സൈക്കിൾ വേണ്ട എന്ന് പറഞ്ഞത്? ലി അന്നഹു അലിമ ഖീമത്തൽ മാലി കാരണം അവൻ പണത്തിന്റെ വില മനസ്സിലാക്കി, അതുകൊണ്ടാണ് അവൻ സൈക്കിൾ വേണ്ട എന്ന് പറഞ്ഞത്. ഒരു സൈക്കിൾ അവൻ്റെ കയ്യിലുണ്ട് അല്ലേ, ഇനി ഒരു സൈക്കിൾ കൂടെ വാങ്ങിയിട്ട് പണം അനാവശ്യമായി ചിലവഴിക്കാൻ ഇപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നഖ്റഉൽ മസ്റഹിയത വനുഅബ്ബിറു നമുക്ക് നാടകം വായിച്ചിട്ട് പറയാം. എന്താണ് പറയേണ്ടത്? അയ്യ ശഖ്സിയത്തിൻ തുഹിബ്ബൂന അക്സർ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ലിമ എന്തുകൊണ്ട്? നുനാക്കിഷു നമുക്ക് ചർച്ച ചെയ്യാം. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഈ നാടകത്തിൽ ഏത് കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ടത്? ഉവൈസിനെയാണോ, ഉപ്പയാണോ, ഉമ്മയാണോ? കൂടുതൽ പേർക്കും ഉവൈസിനെയാണ് ഇഷ്ടപ്പെടാൻ സാധ്യത അല്ലേ, കാരണം അവൻ ആദ്യം പണത്തിന്റെ വിലയൊന്നും മനസ്സിലാക്കാത്ത മാതാപിതാക്കളോട് ഓരോ സാധനത്തിനും വാശി പിടിച്ച് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നീട് അവൻ തൻ്റെ ഉപ്പ ജോലികൾ ചെയ്ത് പണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ചിന്തയിൽ നിന്നും അവൻ മാറി. അവൻ പണത്തിന്റെ വില മനസ്സിലാക്കി നല്ല കുട്ടിയായി മാറി അല്ലേ. അതുകൊണ്ട് ഉവൈസിനെയാണ് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത. നുമസലുൽ അദ്വാറ ഹസബൽ മുക്കാലമത്ത് ഫിൽ മസ്റഹിയത്തി നാടകത്തിലെ ചില മുക്കാലമത്ത് ഡയലോഗുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ നാടകം അവതരിപ്പിക്കാം. ഒരു കുട്ടി ഉവൈസ് ആവുക, മറ്റൊരു കുട്ടി മഹ്മൂദ് ആവുക, ഉവൈസിന്റെ പിതാവാവുക, വേറൊരു കുട്ടി ഉമ്മയാവുക. എന്നിട്ട് ഈ ഡയലോഗുകൾ പറയുക. ഏത് ഡയലോഗുകൾ? ആസിഫ് യാ ബാബ ഫഹിംതുൽ ആൻ ഖീമത്തൽ മാൽ വഅലിംതുൽ മശഖത്ത വൽ ജുഹൂദ ലികസ്ബിഹി എന്ന ഡയലോഗും മുഹമ്മദ് മുതഹയ്യറൻ മാദാ സബക യാ ബനിയ ലിമ തബകി നിയന്ത്രണ കരയുന്നത് സനീറ തുആനകുൽ ഇബ്ന ബി ലുത്ഫിൻ വഹനാനിൻ മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്ത് പറയണം? നഹ്നു നഫ്തഖിറു ബിക യാ ബനിയ അല്ലാഹു യുബാരികു ഫീക അങ്ങനെ പറയുക. ഓക്കെ, ഇതോടെ നമ്മുടെ നാടകം മുഴുവൻ അവസാനിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പഠിക്കാം.